എൻ്റെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണിത്. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, എൻ്റെ രാവിലത്തെ ഒരു നേരം എങ്ങനെയാണെന്ന് മാത്രമാണ് ഇതിലുള്ളത്. എപ്പോഴും എഴുന്നേൽക്കുന്ന ആ ഒരു സമയത്ത് എഴുന്നേറ്റ് ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടി മെല്ലെ ഒന്ന് എണീറ്റു. പിന്നെ നമ്മളെ സെയിം റൂട്ടീൻ, നമ്മൾ കിടന്ന ബെഡ്ഷീറ്റ് ഒന്ന് സെറ്റാക്കി വെക്കുക എന്നുള്ളത്. അത് നല്ലപോലെ സെറ്റാക്കി ഒതുക്കി വെച്ചതിന് ശേഷം നേരെ ചെന്നത് ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്യാനാണ്. മഴക്കാലം ആയതുകൊണ്ട് എല്ലാ വീടുകളും കാണപ്പെടുന്ന പോലെ ഡോറുകളെല്ലാം ടൈറ്റായിട്ടായിരുന്നു നമ്മളെ ഉണ്ടായിരുന്നത്. ഒന്ന് ഞാൻ ടൈറ്റ്ലി വലിച്ച ശേഷം നേരെ അടുക്കളയിലേക്ക് വന്നു. ഒന്നുമില്ലെങ്കിൽ എഴുന്നേറ്റ് നിന്ന് അടുക്കളയിലേക്ക് നോക്കുന്ന ഒരു രസമാണ്. അപ്പോഴേക്ക് അളയമ്മ തൊഴുത്തിൽ പാല് ഇറക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം പോയി വെറുതെ അതും കണ്ടു കഴിഞ്ഞു. നമ്മൾ കാസർഗോട്ടുകാരുടെ രാവിലത്തെ ഒരു ശീലമാണ് കിണ്ടിയിൽ വെള്ളം വെക്കുന്നത്. ഇത് എല്ലായിടത്തും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ പൂജാമുറി ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം കിണ്ടിയിൽ വെള്ളം കൊണ്ട് വെച്ച് നേരെ ചെന്നു പിന്നെ അടുക്കളയിലേക്ക്. രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു ചായ കുടിക്കുന്ന ഒരു ശീലമായിപ്പോയി. എന്താണെന്നറിയില്ല, ആ ചായ കുടിച്ചൊരു പ്രത്യേക എനർജിയാണ്. ഞാനിവിടെ വരുന്നത് വരെ രാവിലെ ചായ കുടിക്കുക എന്നുള്ളത് ഇവിടെ വീട്ടുകാർക്ക് ഒരു ശീലം ഉണ്ടായിരുന്നില്ല. ഞാൻ മെല്ലെ അതൊന്ന് മാറ്റിയെടുത്ത് ഇപ്പോൾ രാവിലെ എൻ്റെ ചായക്ക് വേണ്ടി അമ്മയും ഇളയമ്മയും വെയിറ്റ് ചെയ്യും. ഞാൻ ആ സന്തോഷപൂർവ്വം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. ഞാൻ കാരണം ഇങ്ങനെ ഒരു ശീലം അവരുണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അപ്പോഴേക്കും ചായ റെഡിയായി. ഞാനത് പിന്നെ 2 ഗ്ലാസ്സിലേക്ക് മാറ്റി. ഇന്ന് മഴ കുറച്ച് കുറവായതുകൊണ്ട് തന്നെ പുറത്തിരുന്നായിരുന്നു ചായ കുടിച്ച്. നമ്മുടെ മുറ്റത്തെ പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിച്ചുകൊണ്ട് മെല്ലെ ചായ കുടിച്ച് തീർത്തു. ഇടയ്ക്ക് ഞാനും ഇളമയും എന്തൊക്കെയോ മിണ്ടിക്കൊണ്ടേയിരുന്നു. എന്താണെന്നറിയില്ല, രാവിലെ ഒരു ചായ കുടിക്കാനുള്ള ഒരു പ്രത്യേക ഹരം തന്നെയാണ്. അതൊരു മാറ്റാൻ പറ്റാത്ത ശീലമായി എന്ന് തന്നെ പറയാം. ചായ കുടിച്ചതിന് ശേഷം പിന്നെ അടിച്ചു വാരലായിരുന്നു. നേരത്തെ ഒതുക്കി വെച്ചത് സെറ്റാവാത്തതുകൊണ്ട് വീണ്ടും ഞാനതിനെ ഒന്നുകൂടി റെഡിയാക്കി വെച്ചു. നമ്മുടെ വീടും വീടിനകവും ഒക്കെ ഒന്ന് നീറ്റ് ആൻഡ് ക്ലീനിൽ കിടക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം വേറെയാണ്. പിന്നെ റൂമൊക്കെ മെല്ലെ അടിച്ചു വാരാൻ തുടങ്ങി. അപ്പോഴേക്കും മഴ വരില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഇന്ന് നല്ല മഴയായിരുന്നു. പുറത്ത് നല്ല മഴയായിരുന്നു. നല്ല മഴയുള്ളത് കാരണം ഞാൻ വളരെ മടിയോടുകൂടെയായിരുന്നു ഓരോ പണികളും എടുക്കാൻ ഇൻട്രസ്റ്റ് കാണിച്ചത്. എന്താണെന്ന് വെച്ചാൽ മഴ ഉണ്ടാകുമ്പോൾ എനിക്കൊരു പണി ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. എല്ലായിടത്തും അടിച്ച് വാരിയതിന് ശേഷം നേരെ ചെന്നത് ദോശ ഉണ്ടാക്കാനായിരുന്നു. പിന്നെ മെല്ലെ ദോശ ഉണ്ടാക്കാൻ തുടങ്ങി. ദോശച്ചട്ടി അടുപ്പത്ത് വെക്കുന്ന ടൈമിൽ എൻ്റെ കൈ മെല്ലെ ഒന്ന് പൊള്ളി. നമ്മുടെ അടുപ്പിൻ്റെ ആ ഒരു ഇത് സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് തന്നെ ചൂട് പെട്ടെന്ന് കയറും. അപ്പോൾ ഒന്ന് മെല്ലെ മുട്ടിയാൽ മതി, നല്ല പോലെ പൊള്ളും. ചട്ടിയിൽ എണ്ണയൊക്കെ തേച്ച് നമ്മൾ അരച്ച് വെച്ച മാവൊക്കെ ഒഴിച്ച് നല്ലൊരു ദോശ ഉണ്ടാക്കിയെടുത്തു. ശരിക്കും പറഞ്ഞാൽ ദോശ ഉണ്ടാക്കുന്ന ഒരു ചെറിയ ടാസ്ക്കാണ്. നമ്മുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അവർക്കെല്ലാം നമ്മൾ ദോശ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറേ ടൈം എടുക്കും. ദോശ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് ചട്ടിയിൽ പറ്റി പിടിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാനുള്ള ഇൻട്രസ്റ്റ് പോകും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ചട്ടിയും മാവും തീയും നമ്മളുമായിട്ട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ദോശ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കാനുള്ളൊരു ഫീൽ ഉണ്ടാവും. നല്ല മഴ പെയ്തുകൊണ്ട് തന്നെ പുറത്ത് അവിടെ ഇവിടെയൊക്കെ കുറച്ച് വെള്ളക്കെട്ടുകളുണ്ടായിരുന്നു. ദോശ ഉണ്ടാക്കുമ്പോൾ അടുത്തുനിന്ന് ഒരാൾ എത്തി നോക്കി, ഇവൾ എന്ത് തേങ്ങയായി കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അത് റെഡിയായതിനു ശേഷം നമ്മുടെ ഇന്നലത്തെ കൂട്ടുകറി ഉണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കിയെടുത്തു. നമ്മുടെ വീട്ടിൽ കൂട്ടുകറി എല്ലാവർക്കും ഇഷ്ടമാണ്, അതുകൊണ്ട് വേറെ കറിയൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഇവളെ എഴുന്നേൽപ്പിക്കലാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് ഇളമയുടെ മോളാണ് കേട്ടോ. ഞാൻ എഴുന്നേൽക്കാമെന്ന് അവൾ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ചായയൊക്കെ റെഡിയാക്കിയിട്ട് നമ്മളെല്ലാവരും ചായ കുടിക്കാനിരുന്നു. അതിനിടയിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പം അവിടെ നിന്ന് എല്ലാവരും എന്തൊക്കെയോ തമാശയാക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് കറി ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഭയങ്കര കരിപ്പ് മൂടിയിലായിരുന്നു. വേറെ ഒന്നും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ അത് തന്നെ കഴിച്ചു. അങ്ങനെ രാവിലത്തെ ചായയുടെ പരിപാടി കഴിഞ്ഞു. ചാനലിൽ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ കുറേ തെറ്റുകളുണ്ടെന്നറിയാം. എന്നിരുന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ് പിന്നെ സപ്പോർട്ടും കൂടി ചെയ്യണേ.